So, assisting individual and the family to promote and maintain their health എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ, എന്താണ് ഫാമിലി അസസ്മെൻറ്റ്, പിന്നെ ഓരോരോ ഫീൽഡിനെ കുറിച്ച് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ദെൻ ഒബ്സ്ട്രിക്കൽ ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്, അസസ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ഹെൽത്ത് ഹിസ്റ്ററി എന്താണ്, ഫാമിലി ഹിസ്റ്ററി, അസസ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസുമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ നമുക്ക് ചിൽഡ്രൻസിനെ അസസ് ചെയ്യാം അത് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് അസസ്മെൻറ്റ് ഓഫ് വുമൺ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ഓഫ് കോഴ്സ് എല്ലാ ചെയ്യുന്ന പോലെ തന്നെ ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുക, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക, ഹെഡ് ടു ടോ എക്സാമിനേഷൻ നമുക്ക് ചെയ്യാം. അസസ്മെൻറ്റിനകത്ത് മറ്റ് വരുന്നതാണ് മെനാർക്ക്, മെനോപോസ്, പീരീഡ്സിൻ്റെ ഫ്ലോ എത്രയാണ്, ഡിസ്മെനോറിയ ഉണ്ടോ നോക്കുക, എത്ര പ്രഗ്നൻസിയാണ് വന്നിട്ടുള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള അബോർഷൻ ഉണ്ടോ, സ്റ്റിൽ ബർത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ദെൻ പ്രഗ്നൻസി സമയത്ത് ഇമ്മ്യൂണൈസേഷൻസ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന സമയത്ത് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടോ നോക്കുക. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അസസ്മെൻറ്റിനകത്ത് വരുന്നത് മെൻസ്ട്രൽ ഹിസ്റ്ററി നോക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒബ്സ്ട്രിക്കൽ ഹിസ്റ്ററി നോക്കുന്നുണ്ട്, ആൻഡ് ഗൈനക്കോളജിക്കൽ ഹിസ്റ്ററി. ഇനി പ്രീനേറ്റൽ അസസ്മെൻറ്റിനകത്ത് വരുന്നത് പ്രീനേറ്റൽ കെയറും അതേപോലെ തന്നെ ഫീറ്റലിന് അസസ്മെൻറ്റുമാണ്. ദെൻ കംസ് ദ പോസ്റ്റ്പാർട്ടം അസസ്മെൻറ്റ്, ഡെലിവറിക്ക് ശേഷം മെറ്റേണൽ റിക്കവറി എങ്ങനെയാണ്, ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ നോക്കും. ആൻഡ് മെനോപോസൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് മെനോപോസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂഡ് ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ആൻഡ് ഗൈനക്കോളജിക്കൽ ഹെൽത്ത് അസസ്മെൻറ്റിനകത്ത് പെൽവിക് എക്സാമിനേഷൻ നമ്മൾ നടത്താറുണ്ട്. അടുത്തയാണ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അസസ്മെൻറ്റ്. എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇപ്പോഴത്തെ സെക്ഷലായിട്ടുള്ള ഹെൽത്ത് എങ്ങനെയാണ്. ഇമോഷണൽ ഹെൽത്ത് അസസ്മെൻറ്റ്, അതായത് ഇമോഷണൽ വെൽബീങ്, നല്ല ഹാപ്പി ആയിട്ട് കാമായിട്ട് ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ആൻഡ് കൾച്ചറൽ കൺസിഡറേഷൻ, അതായത് അവരുടെ കൾച്ചറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്, കൾച്ചറൽ കോമ്പീറ്റൻസ് നോക്കുന്നുണ്ട്. അടുത്തയാണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് അസസ്മെൻറ്റ്. പ്രോപ്പറായിട്ട് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടോ, സ്ക്രീനിങ് ഉണ്ടോ, മാമോഗ്രാമും പാപ്സ്മിയറും വെച്ച് നമുക്ക് സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇനി അഡോളസൻ്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുന്നത്, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്, അവരുടെ ഇമോഷണലായിട്ടുള്ള ഹെൽത്ത് നോക്കുന്നുണ്ട്. ഇമോഷണൽ പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ നമ്മുടെ ഇമോഷൻസ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടല്ലോ, അതൊരു കാര്യമാണ്. ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എല്ലാം എടുത്തിട്ടുണ്ടോ നോക്കുന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡറിനോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ്, ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ നോക്കും. അപ്പം ഫിസിക്കൽ എക്സാമിനേഷനകത്ത് നമ്മൾ വൈറ്റൽ സയൻസും ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റുമാണ് നോക്കുന്നത്. സൈക്കോ സോഷ്യലിനകത്ത് ഇമോഷണൽ ആയിട്ടുള്ള വെൽബീങ് എങ്ങനെയാണ്, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നോക്കും. അടുത്ത സെക്ഷൽ ഹെൽത്ത് അസസ്മെൻറ്റിനകത്ത് സെക്ഷൽ ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, സേഫ് ആയിട്ടുള്ള സെക്സ് ആണോ നോക്കും, അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് മേ ബി കാരണം ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ ഈ ഒരു അഡോളസെൻ്റ് കാറ്റഗറിക്കാണ് കൂടുതൽ HIV വരുന്നത്. അത് ഈ ടാറ്റൂസൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് അടിക്കുന്ന ഒരു കാരണമാണ്. പിന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻ, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസും റിസ്ക് ബിഹേവിയറും ഉണ്ട്. ന്യൂട്രീഷണൽ അസസ്മെൻറ്റിനകത്ത് ഡയറ്ററി ഹാബിറ്റ് നമ്മൾ നോക്കും, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്, സ്ട്രെസ് കോപ്പിംഗ് എങ്ങനെയാണ്. പിന്നെ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ്, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കും. പിന്നെ ഫാമിലി അസസ്മെൻറ്റ്, ദെൻ കൾച്ചറൽ കോമ്പീറ്റൻസ്, സ്ക്രീനിങ് നടത്താറുണ്ട്. ഇതാണ് അഡോളസെൻ്റ് കാറ്റഗറി. എൽഡർലി വരുന്ന സമയത്ത് അവർക്കും ഇതേപോലെ തന്നെ ഫിസിക്കൽ അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്. പിന്നെ അവർക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ റിസ്ക് ഫോർ ഫോള് അത് നമ്മൾ അസസ് ചെയ്യും. പിന്നെ ബെഡ് സോറ് വരാം, അവർ ഇമ്മ്യൂണൈസേഷൻ ആണോ, പ്രസൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, ഇനി സർജിക്കൽ ഹിസ്റ്ററി, ദെൻ സ്ക്രീനിങ് ഫോർ എനി ഡിസീസ്, അവരുടെ ഒരു എന്താണ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ഡെത്ത്, നമ്മളൊരു ഇമോഷണൽ മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്. ദെൻ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, ഡയറ്ററി പാറ്റേൺ നോക്കും. പിന്നെ വൂണ്ട് അസസ്മെൻറ്റ് നോക്കാറുണ്ട്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ അസസ്മെൻറ്റ്, ദെൻ എൻഡ് ഓഫ് ലൈഫ് കെയർ, അതായത് അഡിറ്റീവ് ഡയറക്റ്റീവ്, അതായത് തനിക്ക് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഭാവിയിൽ വന്നാൽ അപ്പം എന്ത് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറയുന്നതാണ് അഡിറ്റീവ് ഡയറക്റ്റീവ്. ഓക്കെ,
ഇനി അടുത്താണ് പാലിയേറ്റീവ് കെയർ. പിന്നെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷന് നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ കൺസിഡറേഷനാണ് വരുന്നത്. ഇനി ചിൽഡ്രൻസിനെ തന്നെ മോണിറ്ററിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണ്. അപ്പം നമ്മൾ ഒരുപാട് തരത്തിലുള്ള തിയറീസ് പഠിക്കുന്നുണ്ട് നമ്മുടെ പീഡിയാട്രിക്സിനകത്ത്. അതിനകത്ത് വരുന്നതാണ് ഏതൊക്കെ? ഇപ്പം സൈക്കോ സോഷ്യൽ തിയറി, സൈക്കോ സെക്ഷൽ തിയറി, സ്പിരിച്വൽ, കൊഗ്നിറ്റീവ്, ഇൻ്റലക്ച്വൽ. ഓക്കെ. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ ആദ്യത്തെയാണ് ജനറ്റിക് ഹിസ്റ്ററി, ഹൈറ്റ്, വെയ്റ്റ്, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കൂടാതെ തന്നെ പേഴ്സണാലിറ്റി. ദെൻ ന്യൂട്രീഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബർത്ത്, അതായത് ഇൻഫൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാൽ ന്യൂട്രീഷൻ ഉണ്ടോ, അത് ഭാവിയിൽ മേ ബി ഒരു ഗ്രോത്ത് റിട്ടാർഡേഷന് കാരണമാവാം. പിന്നെ ഏജ്, ഫീറ്റൽ ലൈഫിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഏജ് ഒരു ഗ്രോത്ത് നടക്കുന്നത് ഫസ്റ്റ് 2 years ഓഫ് ലൈഫും പിന്നെ പ്യൂബർട്ടി സമയത്തുമാണ്. സെക്സ് എന്ന് പറയുമ്പം മെയിൽസ് യൂഷ്വലി ആ ലാർജർ ഇൻ സൈസ് ദാൻ വുമൺ ആണ്. മെന്നാണ് കുറച്ചും കൂടി ഫീമെയിൽസിനെ കുറിച്ച് നോക്കുമ്പോൾ ലാർജറായിട്ടുള്ള സൈസ് ഉള്ളവർ. ദെൻ ഡ്യൂറിങ് പ്യൂബർട്ടി ഗേൾസ് ഗ്രോ ഫാസ്റ്റ് ഏർലിയർ ദാൻ ബോയ്സ്. പക്ഷേ പ്യൂബർട്ടിയുടെ സമയത്ത് ബോയ്സിനെ വെച്ച് നോക്കുമ്പോൾ ഗേൾസിനാണ് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് നടക്കുന്നത്. ബട്ട് ബോയ്സ് ഗ്രോ മോർ. പക്ഷേ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ബോയ്സാണ് കുറച്ചും കൂടി വളരുന്നത്. അടുത്തയാണ് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെസ്റ്റേഷൻ. ഇൻഫെക്ഷൻ വിത്ത് ടോർച്ച് ഡ്യൂറിങ് TORCH. ഇതിൻ്റെ ഫുൾ ഫോം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കാനുണ്ട്. അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഓക്കെ, അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. ടോർച്ചസ് ഡ്യൂറിങ് ഇൻട്രായൂട്രൈൻ ലൈഫ് റിട്ടാർഡ്സ് ഗ്രോത്ത് ഓഫ് ഫീറ്റസ്. ഫീറ്റസിൻ്റെ ഗ്രോത്തിനെ അത് റിട്ടാർഡേഷൻ ഉണ്ടാക്കും. ദെൻ ഈ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡയറിയ, പിന്നെ മീസൽസ്, ഇതെല്ലാം എസ്പെഷ്യലി ഇൻ മാൽനറിഷ്ഡ് ചൈൽഡ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഗ്രോത്ത്. അത് നമ്മുടെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. പിന്നെ ഉള്ളതാണ് ഗ്രോത്ത് ചാർട്ട്. ഗ്രോത്ത് ചാർട്ട് യൂസ് ടു ട്രാക്ക് ദ ചൈൽഡ് ഫിസിക്കൽ ഗ്രോത്ത്. കുട്ടികളുടെ ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ചാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണ്, ഒരുപാട് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള മോട്ടോർ സ്കില്ല്, മോട്ടോർ തന്നെ ഗ്രോസ് മോട്ടറും ഉണ്ട്, ഫൈൻ മോട്ടോർ സ്കില്ലുണ്ട് അവിടെയെല്ലാം. പിന്നെ ഏർലി ഇൻ്റർവെൻഷൻസ്, അതായത് ഒരു കുട്ടി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഏജ് മൈൽ സ്റ്റോൺ അറ്റൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തണം. എന്താണ് പ്രശ്നമെന്നുള്ളത്. ഇപ്പോൾ മാൽനറിഷ്മെൻ്റ് ആണെങ്കിൽ അത് മാറ്റി കൊടുക്കുകയും ചെയ്യണം. പിന്നെയാണ് പാരൻ്റൽ ഒബ്സർവേഷൻ. കുട്ടികളുടെ കൊഗ്നിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് പാരൻസ് വേണം ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അടുത്തയാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അപ്പം പിള്ളേരും പാരൻസും തമ്മിലുള്ള നല്ല രീതിയിലുള്ള സൈക്കോളജിക്കൽ റിലേഷൻഷിപ്പ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ്. നമ്മളൊരു ഹയർ ആയിട്ടുള്ള ഫാമിലിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഒരു ഇൻഫൻറ്റിൻ്റെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അടുത്താണ് ബാക്കിയുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ ബർത്ത് ഓർഡർ, അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ശേഷം അടുത്ത കുട്ടി ഉണ്ടാകുന്ന ബർത്ത് സ്പേസിങ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിറ്റർമിനൻസ് പറയുന്നത്. മോട്ടോർ സ്കില്ലിനകത്ത് പറയുന്നതാണ് ഗ്രോസ് മോട്ടോറും ഫൈൻ മോട്ടോറും. ഗ്രോസ് മോട്ടോർ ആകുമ്പോഴത്തേക്കും 0 to 2 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ ഹെഡ് കൺട്രോൾ ഉണ്ടാവും. ഹെഡ് കൺട്രോൾ, ഇൻഫൻറ്റ് ഗെയിൻ ദ എബിലിറ്റി ടു ഹോൾഡ് ദെയർ നെക്ക് മസിൽസ്. റോളിങ് ഓവർ, ഇപ്പം ഇതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി മാസം കഴിയുമ്പോഴേ കംപ്ലീറ്റ്ലി ഒരു കുഞ്ഞിനെ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇതിപ്പം ഞാൻ ബന്ധാനയാണ് ഫോളോ ചെയ്യുന്നത്, അതിനകത്ത് കൊടുത്തേക്കുന്നതാണ്. റോളിങ് ഓവർ 4 to 6 months ആകുമ്പം സിറ്റിംഗ് അപ്പ് 6 to 8 months, ക്രൗളിങ് 6 to 10 months, പിന്നെ പുള്ളിങ് അപ്പ് ടു സ്റ്റാൻഡ്, എഴുന്നേറ്റ് നിൽക്കാനായിട്ടൊന്ന് ശ്രമം നടത്തുന്നത് 9 to 12 months വാക്ക് ചെയ്യുന്നത് 9 മുതൽ 15 മാസം വരെ, റണ്ണിങ് ആൻഡ് ക്ലൈമ്പിങ് 18-24 മാസം, കിക്കിങ് ആൻഡ് ത്രോയിങ് 2-3 വയസ്സാകുമ്പം, ആൻഡ് പാഡ്ലിങ് ആ ട്രൈസൈക്കിള് 3 to 4 years ആകുമ്പോഴും, ആൻഡ് ജമ്മിങ് വരുന്നത് 3 മുതൽ 4 വയസ്സ് വരെയുമാണ്. ഫൈൻ മോട്ടോർ സ്കില്ലിനകത്ത് വരുന്നതാണ് ഗ്രാസ്പിംഗ് ഒബ്ജക്റ്റ് 0 to 6 months, പിന്നെ റീച്ചിങ് ഫോർ ഒബ്ജക്റ്റ് വരുന്നത് 3 to 6 months, പിൻസർ ഗ്രാസ്പർ 9 to 12 months, സ്റ്റാക്കിംഗ് ബ്ലോക്സ് 1 to 2 years, പിന്നെ സ്ക്രിബ്ലിങ് വെറുതെ റാൻഡമായിട്ട് വരയ്ക്കുന്നത് 1 to 2
2 to 3 ഇയേഴ്സ്. പിന്നെ സിപ്പ് ബട്ടൺ ചെയ്യുന്നത് സിപ്പിങ് ചെയ്യുന്നതും എല്ലാം 3 to 4 ഇയേഴ്സിലാണ്. ആൻഡ് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നത് 3 to 4 ഇയേഴ്സിലാണ്. ദെൻ ടൈയിങ് ഷൂ ലേസസ് ഒക്കെ ഒരു 5 to 6 ഇയേഴ്സിലാണ് വരുന്നത്. സോ നമ്മൾ ഇത്രയും തൽക്കാലത്തേക്ക് നോക്കുക. ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത് നമ്മൾ മെയിൻലി പഠിച്ചത് വുമൺ അസസ്മെൻറ്റ്, അഡോളസെൻ്റ് അസസ്മെൻറ്റ്, എൽഡർലി, പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ ഗ്രോസ് മോട്ടോറും പഠിച്ചു, ഫൈൻ മോട്ടോറും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.